ഹലോ നമസ്കാരം. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുഴയും കടന്നെന്നുള്ള സീരിയലിൻ്റെ കഥ കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നിവിൻ യമുനയും കൂടെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് നിവിൻ കാവേരിയെ കാണുന്നുണ്ട്. അപ്പോൾ കാവേരി കാണുമ്പോൾ കാവേരി ഇങ്ങനെ നിവിനെ നോക്കുന്നു. അപ്പോൾ കാവേരി എന്താ പറ്റിയ നിലയ്ക്ക് എന്താ പറ്റിയ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിലയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായതാണ് എന്ന് പറയും. നിവിനെന്താ എവിടേക്കും പറയും. അപ്പോൾ ഞാൻ നിങ്ങളുടെ വിവരം അറിഞ്ഞിട്ട് വന്നതാണ് എന്ന് പറയും. അപ്പോൾ യമുന വരുന്നുണ്ട്. അപ്പോൾ യമുനനെ കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നത് അറിയാൻ കേട്ടോ. അപ്പോൾ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നത്? നിങ്ങൾക്ക് ഒരുപാട് തിരക്കല്ലേ, നിങ്ങൾ പോയിക്കോളൂ, ഇവിടെ കല്യാണമൊക്കെ അല്ലേ വരുന്നത്. നിങ്ങളുടെ കല്യാണം നാട്ടുകാർ അറിഞ്ഞിട്ടാണോ നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയേണ്ടത്? നാട്ടുകാരെ മുഴുവൻ വിളിക്കുന്നുണ്ട്, എന്നിട്ടും ഞങ്ങളെ ഒഴിവാക്കിയല്ലോ എന്നറിയും. ഇതാണോ പിന്നെ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണോ നിവിൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് പോയിക്കോളൂ, നിവിൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിവിൻ പോയിക്കോളൂ, കാരണം നിവിന് വീട്ടിൽ പോയിട്ട് ഒരുപാട് തിരക്കുകളല്ലേ, കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ നിവിൻ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരിയുടെ ഈ ഇത് കാണുമ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി കാവേരി, എന്നോടൊരു പിണക്കം പോലെ, പിന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കാവേരി കുറച്ച് നേരത്തെ കൂടെ നമ്മൾ കണ്ടപ്പോൾ കാവേരി ഇങ്ങനെ ഇല്ലല്ലോ എന്നോട് പെരുമാറിയത് എന്ന് പറയുന്നില്ല. അപ്പോൾ പറയും, അതെ നിങ്ങളുടെ കല്യാണം ഞങ്ങളിങ്ങനെ അപ്പോഴാണ് പറയുന്നത്, നിങ്ങളുടെ കല്യാണം ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ അറിയേണ്ടത് വയ്ക്കുക. അങ്ങനെ ഇവള് അങ്ങനെ അവിടുന്ന് ക്യാഷ് അടയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഇതിൽ ക്യാഷ് അടച്ചിട്ട് വരൂ പറഞ്ഞിട്ട്, അതായത് ഈ സ്കാൻ ചെയ്തതിൻ്റെ പൈസ, അങ്ങനെ അവിടെ പോകുമ്പോൾ പറയും, ഇങ്ങോട്ട് തരും, ഞാൻ അടയ്ക്കാമെന്ന് അറിയാം. വേണ്ട അതിനുള്ള കാശൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും, ഒന്നും വേണ്ട, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയും. അപ്പോൾ അവളങ്ങനെയൊക്കെ ഇതിൽ പോയിട്ട് ഇത് കാർഡ് എടുക്കുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാർഡ് എടുക്കുമെന്ന് പറയും. QR കോഡ് ഒന്ന് തരുമോ പറഞ്ഞിട്ട് അങ്ങനെ അതിൽ പൈസ ഇട്ട് കൊടുക്കണം. 15,500 രൂപ അങ്ങനെ എന്തോ ആവുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് പോരുമ്പോൾ പിന്നെ ഇവൻ പിന്നാലെ പോരുകയാണ്. അപ്പോൾ പറയും, നിവിൻ എന്തിനാണ് വെറുതെ ഇവിടെ ചുറ്റിക്കളിച്ച് നിൽക്കുന്നത്, നിവിൻ പോയിക്കോളൂ, ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നറിയാം. അപ്പോൾ എന്നിട്ട് അങ്ങനെ നിവിൻ കാവേരി വന്നിട്ട് പിന്നെ ഈ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ മറ്റേ എന്താ പറയുക, സ്കാനിങ് ഒക്കെ ചെയ്യുന്ന അവിടെ വന്നിട്ട് അവിടെ നിൽക്കുകയാണ്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ കാരണം എങ്ങനെയൊക്കെ കാവേരിയോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും കാവേരി ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മനസ്സിലിങ്ങനെ പറയും, ഞാൻ രാഗിണിയുടെ ഇതൊന്ന് സോൾവ് ആയതിന് ശേഷം നിന്നോട് വിവരങ്ങളൊക്കെ പറയാമെന്ന് മാറ്റി വെച്ചിട്ട് തെറ്റായി പോയി തോന്നുന്നു, എല്ലാം പറയേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കാരണം ഇവളെ കാവേരി വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു എന്നെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ യമുന നിവിനെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എവിടെ പോയി നിവിനേട്ടനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ തിരയുമ്പോഴേക്കും അവിടേക്ക് വിനീതും ഗംഗയും കൂടെ വരികയാണ്. അപ്പോൾ ഇതേ നിൽക്കണു, യമുന ഇതാ നിൽക്കണു, നീ എന്തിനാ അപ്പോൾ ഇങ്ങോട്ട് വന്ന്, നിന്നോട് അവിടെ മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കാനല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് വയ്ക്കുമ്പോൾ എനിക്ക് അവിടെ ഇരിപ്പ് ഉറപ്പിക്കുമോ, നമ്മൾ നീളക്കുട്ടിയുടെ വിവരം അറിഞ്ഞിട്ട് ഞാനിങ്ങനെ ചേച്ചി അവിടെ ഇരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ എങ്ങനെ വന്ന് വയ്ക്കുമ്പോൾ ഞാൻ നിവിൻ്റെ കൂടെ വന്ന് അറിയും, പക്ഷേ ഇവൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. നിവിൻ്റെ കൂടെ നീയാണോ നീ വന്നത്? എങ്ങനെ കാറിലോ? അല്ല ബൈക്കിൽ എന്ന് പറയും. അത് ശരി, അയാളുടെ സ്ഥിരം പരിപാടി ഇതാണല്ലേ എന്നിങ്ങനെ പറയാൻ. അവിടുന്ന് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിങ്ങോട്ട് പോകും. അവിടെ കാവേരിയും ഉണ്ട്, നിവിനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ വിനീതും ഗംഗയോട് ചെല്ലുന്ന കാണുമ്പോൾ നിവിൻ വേഗം വിനീതിൻ്റെ അടുത്തേക്ക് ഓടി വരും. എടാ നിങ്ങളെന്താണ് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല, എന്താ എന്നെ അങ്ങനെ അന്യനായി കാണേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറയണം. അപ്പോൾ നീ എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ എന്ന് ചോദിക്കാൻ വിനീത് ഒട്ടും കാരണം ചന്തയെ കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല നിവിനോട്. അപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ ഗംഗയാണ് പറയുന്നുണ്ട്, നീ രാഗിണീനെ ബൈക്കിൻ്റെ പിറകിലിരുന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. നീ കാവേരിയുടെ കാര്യം പറഞ്ഞതല്ലേ, പക്ഷേ ഇങ്ങനെ നീ പല പെൺകുട്ടികളുടെയും പിന്നെ ഇങ്ങനെ കൊണ്ടുപോകണ വിവരം നീ ഇത്രയും മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പിന്നെ ഗംഗ പറയണം. അപ്പോഴാണ് എല്ലാവരും ഞെട്ടുന്നത്, യമുനയും കാവേരിയൊക്കെ അപ്പോഴാണ് ഞെട്ടുന്നത് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ ആരോ കൂടെ നിൽക്കും, ഞാൻ ഇവനേട്ടൻ്റെ കൂടെ ബൈക്കിലേ പറയും. അത് ശരി, അപ്പോൾ അതും ഉണ്ടോ പരിപാടി, ഞങ്ങൾ ദൈവത്തെ ഓർത്ത് നിവിൻ ഞങ്ങളെ കാര്യം അന്വേഷിക്കാൻ വരരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, കാരണം ഇപ്പോൾ ഈ നിളയുടെ കാര്യത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്, അതിൻ്റെ പിന്നാലെ ഞങ്ങളെ എങ്ങനെ വന്ന് ഉപദ്രവിക്കരുത് അറിയാം. അപ്പോൾ നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എന്ന് സങ്കടപ്പെട്ട് പാവം നിവിൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇതിനൊന്നും പറ്റി പറയാത്തത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ കാർഡിയോളജിസ്റ്റാണ് തിരുവനന്തപുരത്ത്, നമുക്ക് അതൊന്ന് നോക്കാമെന്ന് പറയും. അപ്പോൾ പറയും, വേണ്ട നിങ്ങളൊക്കെ വലിയ പണക്കാരാണ്, നിങ്ങളെ പണമൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചോ, ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ചികിത്സിക്കാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും, എന്നാലും നിൻ്റെ ഒന്നും ഔദാര്യത്തിന് പിന്നെ ഞങ്ങൾ വരില്ല എന്ന് പറയും. അപ്പോൾ ഗംഗ പറയും, നീ വെറുതെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ആദ്യം നിൻ്റെ അമ്മ വരും പ്രശ്നം ഉണ്ടാക്കാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിൻ്റെ
അച്ഛൻ വരും പ്രശ്നം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് നിൻ്റെ അമ്മാവൻ വരും പ്രശ്നം ഉണ്ടാക്കുക. ഇതൊന്നും താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ, ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് പോവുമോ എന്ന് ചോദിക്കുകയാണ് പിന്നെയും. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോഴേക്കും ഇവർ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരിക്ക് സങ്കടം ഉണ്ട്, അവനെ പറഞ്ഞേക്കുന്നത് നല്ല വിഷമമുണ്ട്, യമുനയ്ക്കും നല്ല വിഷമമുണ്ട്. യമുനയുടെ മുഖമൊക്കെ ഒരുമാതിരി ആവണ വിഷമത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ നിൽക്കല്ലേ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞിട്ട് വിനീത് ഇങ്ങനെ ആട്ടിപ്പഴിക്കും പോലെ പായിക്കാട്ടോ. അപ്പോൾ ഇങ്ങനെ കരഞ്ഞ് കണ്ണ് തുടച്ചാണ് അപ്പോൾ അവിടുന്ന് പോകണത് കേട്ടോ. കാരണം ഇവർക്ക് എത്ര പ്രതിസന്ധി വന്നിട്ടൊക്കെ ഇവനെ ഉണ്ടായുള്ളൂ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അവനോട് അങ്ങനെ ചെയ്യുമ്പോൾ അവൻ പറഞ്ഞിട്ടൊന്ന് കേൾക്കാനുള്ള മനസ്സ് വിനീത് കാണിച്ചാൽ മതി, അത് ചെയ്തതുമില്ല. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കാവേരി യമുന പിന്നാലെ പോകുമ്പോൾ നീ എങ്ങോട്ടാണ് പോണത് എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മ അവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ അങ്ങോട്ടാണ് പോകണത്, നീ അവിടെ പോകണ്ട, അവിടെ ഇരിക്കുക, അമ്മ അവിടെ ഇരുന്നോളും, നീ ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് അങ്ങനെ യമുന അവളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിവിൻ പിന്നെ പോയി കഴിയുമ്പോൾ ഇവൾ മെല്ലെ ഫോൺ എടുത്തിട്ട് നിവിന് സോറി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഇവൻ അങ്ങനെ കോറിഡോറിലേക്ക് ഇങ്ങോട്ട് തിരിയുന്ന സമയത്താണ് ഇവളെ മെസ്സേജ് വരുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവളിങ്ങനെ ദയനീയമായിട്ട് ഇവനെ നോക്കുന്നുണ്ട്. ഇവൻ അങ്ങനെ ഫോൺ അങ്ങനെ പോക്കറ്റിലിട്ട് അവൻ അങ്ങനെ പോവുകയും ചെയ്യാണ്. പിന്നെ ഇവരിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ ഇവരാകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഡോക്ടർ വിളിക്കുകയാണ് ഇവരെ. അപ്പോൾ എല്ലാവരും കൂടെ ചെല്ലുമ്പോൾ ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണ് ഇവർ. എടുത്ത് നോക്കിയിട്ട് പറയും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നീളക്കുട്ടിക്ക് ജന്മന ഈ ഹാർട്ടിൻ്റെ വാൾവിന് പ്രശ്നമുണ്ട് എന്ന് പറയണം. അപ്പോൾ നമ്മൾക്കതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, പക്ഷേ ഒരു ഓപ്പറേഷൻ ഒഴിവാക്കാൻ പറ്റില്ല, ഓപ്പറേഷൻ എന്തായാലും വേണ്ടി വരും എന്ന് പറയണം. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവരാകെ പേടിക്കുക, പറയും ഇത്രയും ചെറിയ കുട്ടിയല്ലേ അവൾ, ഇത്രയും വേദനകളൊക്കെ സഹിക്കാൻ അവളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കും. നമ്മളെ നിലക്കുട്ടി ഒരു 100 വർഷമെങ്കിലും നമ്മളെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കണ്ടേ, ഒരു 100 വർഷമെങ്കിലും സന്തോഷമായിട്ട് നമ്മളെ കൂടെ ഇരിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നോ നാളെ ഓപ്പറേഷൻ വേണം എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇന്നിപ്പോൾ എന്തായാലും ഡിസ്ചാർജ് വാങ്ങി പോയിക്കോളൂ, ഞാൻ വേണ്ട മരുന്നുകൾ എഴുതി തരാം, നിങ്ങൾ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പോട് കൂടി വരണം. പിന്നെ ഇവിടെ അല്ല വരേണ്ടത്, നിങ്ങൾ തിരുവനന്തപുരത്ത് പോകണം, ഇവിടെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, അപ്പോൾ തിരുവനന്തപുരത്ത് വേണം പോകാൻ, ഞാൻ അവിടേക്ക് ഒരു ഇത് തരാം, അവിടുത്തെ പ്രൊഫസർ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ളത് തരാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു ഇതിലാണ് ഇവർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോരുമ്പോഴേക്കും ശാരദ അങ്ങനെ കരയുന്നുണ്ട്. ശാരദ അറിയും നമ്മളെന്ത് പാവം ചെയ്തിട്ട് അങ്ങനെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയും. അപ്പോൾ കാവേരി സമാധാനിപ്പിക്കുന്നുണ്ട്, അമ്മ വിഷമിക്കാതിരിക്കൂ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല പറഞ്ഞിട്ട് അവൻ എല്ലാവരും കൂടെ പോരുന്നതാണ് കേട്ടോ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ നിവിൻ്റെ വീട്ടിലാണ്. നിവിൻ്റെ വീട്ടിൽ നിവിൻ്റെ അച്ഛനും അമ്മയും ഇൻവിറ്റേഷൻ കാർഡ് തരികയാണ്. അപ്പോൾ ഓരോ കാർഡ് തരുമ്പോൾ ഇത് വേണമെന്ന് വെച്ച് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയും പിന്നെ ഈ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചൊക്കൊന്നും വേണ്ട, അപ്പോഴത്തെ പിള്ളേർ നമ്മളെ കളിയാക്കുള്ളൂ, അങ്ങനത്തെ വേണ്ട, കുറച്ചും കൂടെ ന്യൂജനായിട്ടുള്ളത് നോക്കാം എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും അവിടേക്ക് സത്യപാലൻ വരികയാണ്. സത്യപാലൻ വേഗം ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചിട്ട് അതുവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ഇത് കൊണ്ടു കാണിക്കുന്നുണ്ട്, ഇൻവിറ്റേഷൻ കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ ഞാനൊന്ന് പോയി നോക്കി, പക്ഷേ എന്താണ് ഇഷ്ടമായത് ഇതിനെ ഓർഡർ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ നല്ല വിലപ്പിടിപ്പുള്ളതാണ്. അപ്പോൾ ഇത് ആരാ സെലക്ട് ചെയ്തതെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് സത്യപാലൻ. ഇപ്പോൾ ആരോഗ്യമ്പോൾ രാഗിനി മോള് ഞാനവളും കൂടെ പോയത് നല്ല തന്നെ ആയിക്കോട്ടെ എന്ന് അവളാണ് പറഞ്ഞത്, അങ്ങനെയാണ് ഇത് എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ല വിലയുണ്ടല്ലോ, നമ്മളിപ്പോൾ വില നോക്കിയിട്ട് എന്താ കാര്യം, നമുക്കൊന്നല്ലേ ഉള്ളൂ കൊടുക്കാൻ, പിന്നെ അപ്പോൾ അവളുടെ സന്തോഷം എന്താ വെച്ചാൽ അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഈ ഇൻവിറ്റേഷൻ കാർഡ് പിന്നെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറയും ഇത് ശരിക്ക് നിവിനെ എവിടെയെന്ന് നോക്കി. അപ്പോൾ നിവിൻ ഇവിടെ ഉണ്ട് എന്ന് പറയും. എന്നാൽ അവനും കൂടെ വരട്ടെ, ശരിക്കും അവനാണ് ഇതൊക്കെ സെലക്ട് ചെയ്യേണ്ടത്, അവനും രാഗിനിയും കൂടെ ഇരുന്നിട്ടാണ് സെലക്ട് ചെയ്യുന്നത്, പക്ഷേ അവനെ ഒന്ന് കാണാൻ പോലും കിട്ടണ്ടേ എന്ന് പറയുകയാണ്. അപ്പോൾ പറയും ഒരു കാര്യം ചെയ്യാൻ, ഞാൻ അവനെ വിളിച്ചിട്ട് വരാം കേട്ടാന്ന് അറിയാൻ. അപ്പോൾ പറയും കാപ്പി വേണോ, കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ കാപ്പിയൊന്നും വേണ്ട, കാരണം ഞാനിപ്പോൾ ഒന്ന് കുടിച്ചിട്ടാണ് വന്നത്, ഇനിയൊന്നും കൂടെ വേണ്ട, ഷുഗർ ഇപ്പോൾ ബോർഡറിലാണ്, അപ്പോൾ ഇനിയൊരു ഷുഗർ പേഷ്യൻ്റ് ആക്കണ്ട, ഇനിയിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഓടണ്ടേ എന്ന് പറയും. അപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ ഒക്കെ 2 കൂട്ടരുടെയും ബന്ധുക്കൾ തന്നെയാണ് പക്ഷേ എനിക്കുള്ളത്. അപ്പോൾ കുറേ പേർക്ക് കൊറിയറിലായിരിക്കാം, കുറേ പേരെ നമുക്ക് പോയി വിളിക്കാം, കുറേ പേർക്ക് നമുക്ക് പിന്നെ ഇൻവിറ്റേഷൻ അല്ലാണ്ട് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് 2 കൂട്ടരും കൂടെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്.
അങ്ങനെ ഈ രാജി പോയിട്ട് നിവിനെ വിളിച്ചുകൊണ്ട് വരിക. നിവിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ എന്തിനാ അമ്മേനെ വിളിച്ചും കൊണ്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവൻ. അപ്പോൾ പറയും നീ എന്തത് നോക്ക് ജയപാലൻ അങ്കിൾ ഇൻവിറ്റേഷൻ കാർഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്, നീ എന്തത് നോക്കാത്തത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറയും എനിക്കിത് നോക്കൊന്നും വേണ്ട അറിയും. അപ്പോൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി, എന്നെ ഇതിലൊന്നും വിളിച്ച് എഴുത്തണ്ട, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് പോവാൻ. നിങ്ങൾ നോക്ക് അയക്കുക എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് അങ്ങനെ പോവാണ് കേട്ടോ. അത് കാണുമ്പോൾ അപ്പോൾ രാജി പറയും എന്താണ് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അവൻ ഞാൻ ചെല്ലുമ്പോൾ അവൻ ആർക്കോ അർജൻറ്റായിട്ട് ഫോൺ ചെയ്യായിരുന്നു അതാണ് എന്ന് പറയും. അപ്പോൾ ജയപാലൻ എടുത്ത വഴിക്ക് പറയുമ്പോൾ നീ ആരെ രാജി വെള്ളപൂശാൻ നടക്കുന്നത്, പിന്നെ ഞാനൊരു കാര്യം പറയട്ടോ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പലതും, കാരണം ഇവൻ പല പ്രാവശ്യം എൻ്റെ മോളെയും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു, ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ക്ഷമ എപ്പോഴും ഉണ്ടായിക്കോളണം എന്നില്ലെന്ന് അവനോടൊന്ന് പറഞ്ഞേക്കും. ഇതിപ്പോൾ അവനായതുകൊണ്ടാണ് ഞാൻ പലതും കണ്ണടച്ച് വിടുന്നത്, വേറെ വല്ലവരാണെങ്കിൽ അവർക്കുള്ളത് ഞാനപ്പോൾ തന്നെ കൊടുക്കുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് രാജിയൊന്നും മിണ്ടുന്നില്ല. അവസാനം ഇയാൾ എഴുന്നേറ്റ് പോവുകയാണ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ സത്യപാലൻ വിളിക്കുകയാണ്, അളിയാന്ന് പറയുമ്പോൾ പോവല്ലേ വാ പറയുമ്പോൾ പോവളിയാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ അങ്ങനെ പോവുകയും ചെയ്യുക. അപ്പോൾ രാജി ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, ഈ കല്യാണം കഴിയുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ ഈശ്വര എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അരവിന്ദൻ്റെ വീട്ടിൽ ശാരദ ഒരു പെട്ടി എടുത്ത് കൊടുന്ന് വെച്ച് ആ പെട്ടിയിൽ അരവിന്ദൻ്റെ ഒരു പൊട്ടിയ മാല ഉണ്ട്. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി വേണമെങ്കിൽ അത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാല കൊടുന്ന് വയ്ക്കുക. അപ്പോൾ ആ മാല ആ പെട്ടിയിൽ ഇത് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അരവിന്ദൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ആ ഫോണിലാണ് ഇനി എല്ലാം കിടക്കുന്നത്. കാരണം അരവിന്ദൻ ജയപാലിനെ വിളിച്ചതിൻ്റെ ഒക്കെ വോയിസൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും അതിൽ. അങ്ങനെ ഇപ്പോൾ ആ ഫോണാണ് ഇപ്പോൾ ആകപ്പാടുള്ള ഒരു പിടിവള്ളിയായിട്ട് ഇവരുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാം. ഓക്കെ, താങ്ക് യു.